നമസ്കാരം. ഞാനിന്നുള്ളത് കുണ്ടം മുഴക്കം ഉള്ള ഒരു കൈകൊട്ടിക്കളി ടീമിൻ്റെ ഒപ്പമാണ്. ഇവരെ വീഡിയോ എടുക്കാനുള്ളൊരു പ്രധാന കാരണം ഇതിൽ 56 വയസ്സുള്ള ഒരു ചേച്ചി ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ പേരെന്ന്? സാവിത്രി. ഈ ഡാൻസ് ചെയ്യുന്നത് പണ്ടേ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ തുടങ്ങിയ? അല്ല, ഇപ്പോൾ അല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഡാൻസ് ഉണ്ട് കളിക്കുന്നത്. 7ാം ക്ലാസ് വരെ ഡാൻസ് പഠിച്ചത്. പിന്നെ അതിന് ശേഷം പഠിച്ചിട്ട് ഇപ്പം നമ്മൾ ഒരു 8 വർഷമായി ഡാൻസ് തുടങ്ങിയിട്ട് ഇവരൊന്നിച്ച് ഞാൻ. അപ്പം ഇപ്പം ഈ 15 വയസ്സുള്ള കുട്ടി ഇപ്പം വന്നതാണ് ഇവർ. ഇതിന് മുമ്പേ നമ്മൾ കുറച്ച് പ്രായമുള്ളവരെന്നെ ഒന്നിച്ചുണ്ടായത്. കുറച്ച് അങ്ങനെയല്ല, എനക്കളെ തന്നെ എല്ലാവരും കളിച്ചവരില്ല. ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സുധിനാണ്. എത്ര വർഷമായി ഡാൻസ് ചെയ്യുന്നു? ചെയ്യുന്നുണ്ട്. ഈ കൈകുട്ടികളിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഈ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. നിങ്ങളുടെ പേര്? അനിത. ഈ ഡാൻസ് ചെറുപ്പത്തിലേ ഉണ്ടോ, ലൈഫായിട്ട് തുടങ്ങിയതാണ്? ചെറുപ്പത്തിൽ കുറച്ച് വലുതായിട്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിന്. ഇത് ഡാൻസിലേക്ക് അങ്ങനെ പോയിട്ട് അരങ്ങേറ്റൊന്നും കഴിഞ്ഞിട്ട. പിന്നെ പിന്നെ നാട്ടിലുണ്ടാകുമ്പോൾ അമ്മേൻ്റെ നാട്ടിൽ തിരുവാതിര വലിയ പേര് പഠിപ്പിച്ചിട്ടുണ്ടായിന്. പിന്നെ ഈടെ വന്നേ പിന്നെ ഒരു 8 വർഷമായി ഇവരെല്ലാം ഡാൻസ് പഠിപ്പിച്ചിട്ട് ക്ലബിൻ്റെ ഓണത്തിന്, വിശ്വസന്ധ്യ, പിന്നെ കുടുംബശ്രീൻ്റെ പരിപാടി, അതുപോലെ അരങ്ങ്, പിന്നെ ഇതില്ലേ കേരളോത്സവം, അതിനൊക്കെ എല്ലാ കൈകൊട്ടിക്കളി. ഇത് കൈകൊട്ടിക്കളി ഇപ്പൊ തുടങ്ങിയത്. 2 പ്രാവശ്യം നമ്മ ക്ലബിന് വേണ്ടിയിട്ട് വിശ്വസന്ധ്യക്ക് അങ്ങനെ കളിച്ചിട്ടുണ്ട്. പിന്നെ തിരുവാതിര, നാടൻപാട്ട്. പിന്നെ എല്ലാറ്റിനും പിന്നെ മോളെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഞാനും കൂടിയാണ് പഠിപ്പിക്കുന്നത് മോളെ. എല്ലാവരെ സഹകരണവും എല്ലാം ഇല്ലോണ്ട് എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കൈകൊട്ടിക്കളി ഓരോരുത്തർ മത്സരത്തിനായാലും മറ്റേ അമ്പലങ്ങളിൽ പ്രദർശനം അങ്ങനെ കൊണ്ടുപോകുന്നത്. കൈകൊട്ടിക്കളി മത്സരവും പ്രദർശനവും വ്യത്യാസമുണ്ടോ? മത്സരത്തിനാണ് കുറച്ച് തയ്യാറെടുപ്പ് കൂടുതലുണ്ടോ? എല്ലാം ഒരേപോലെ അല്ല. മത്സരത്തിന് പോകുമ്പോൾ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യണം. മറ്റേ ചെയ്യാകുമ്പോൾ അത്ര ടീമിന്റെ പേര് ത്രയംബ. ഈ ടീം നല്ലൊരു ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരാൾ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ടീമിൽ മൊത്തം എത്ര പേരില്ലേ? 11 ആണ്. നിങ്ങളെ പേരെന്ത്? എൻ്റെ പേര് മഞ്ജുഷ. ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. എൻ്റെ പേര് ബീന. ഞാൻ ആശാ വർക്കറാണ്. പിന്നെ അത്യാവശ്യം പാർട്ടി പ്രവർത്തക ഇങ്ങനെ പോകുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഹൗസ് വൈഫ്. പറയുന്നുണ്ടല്ലോ. എൻ്റെ പേര് അനിത, ഹൗസ് വൈഫാണ്. പിന്നെ നമ്മളെ ഇതിന് 11 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഐശ്വര്യ പറഞ്ഞൊരു കുട്ടീൻ്റെ മഞ്ജുവിൻ്റെ മോളാണ്. അവള് ചില കോളേജിൽ പോയതുകൊണ്ട് ഇപ്പം കൈകൊട്ടിക്കളിയിൽ ചില സമയങ്ങളിൽ അവൾ പങ്കെടുക്കും. എൻ്റെ പേര് ശ്രീനിത. ഞാൻ ബിടെക് സ്റ്റുഡൻറ്റാണ്. എൻ്റെ പേര് ബൃന്ദ. ഞാൻ PSC ക്ലാസ്സിൽ. എൻ്റെ പേര് പൊന്നുമ്പടി. ഞാനിപ്പോൾ അംഗൻവാടിയിൽ താൽക്കാലികമായിട്ട് വർക്കറായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് പ്രസിദ്ധ. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ പേര് സുധി. ഞാൻ +1 പഠിക്കുന്നു.